അടിയന്തരാവസ്ഥ കാലത്തെ RSS ബാന്ധവം ഓർമ്മിപ്പിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വെട്ടിലായി. MV ഗോവിന്ദന്റെ പരാമർശത്തിൽ അതൃപ്തി പരസ്യമാക്കി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രസ്താവന നിലമ്പൂരിൽ UDF ആയുധമാക്കിയതോടെ വിശദീകരണവുമായി MV ഗോവിന്ദനും രംഗത്തെത്തി. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചുവെന്നാണ് MV ഗോവിന്ദന്റെ വിശദീകരണം. നിലമ്പൂരിൽ വോട്ടെടുപ്പിന് തലേന്നാൾ വിവാദ പ്രസ്താവനയിലൂടെയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വെട്ടിലായത്. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി സഹകരിച്ചതായി ഓർമ്മിപ്പിച്ച MV ഗോവിന്ദന്റെ പ്രസ്താവന UDF ആയുധമാക്കി. കാര്യങ്ങൾ കൈവിടുമെന്ന് ബോധ്യമായതോടെ വിശദീകരണവുമായി MV ഗോവിന്ദൻ രംഗത്തെത്തി. തന്റെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്നാണ് MV ഗോവിന്ദന്റെ വിമർശനം. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന EMS ഉയർത്തിയ മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. RSSുമായി CPI ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. UDFന് അപ്രതീക്ഷിതമായി ലഭിച്ച രാഷ്ട്രീയ ആയുധമാണ് MV ഗോവിന്ദന്റെ പ്രസ്താവന. നിലമ്പൂരിൽ ഈ പ്രസ്താവന അനുകൂലമാകുമെന്ന് UDF കണക്കുകൂട്ടുന്നു. ഈ സാഹചര്യത്തിൽ MV ഗോവിന്ദന്റെ പ്രസ്താവന സജീവ ചർച്ചയാക്കാനാണ് UDF ക്യാമ്പിന്റെ നീക്കം. കോൺഗ്രസ് വിരുദ്ധതയുടെ ഭാഗമായി ഇഷ്ടമുള്ള സമയത്ത് 67-ലും 75-ലും 89-ലും ഇപ്പോഴും CPM BJPയുമായും RSSുമായും കൂട്ടുകൂടുക. MV ഗോവിന്ദന്റെ പരാമർശത്തിൽ ഇടതുമുന്നണിയിൽ അതൃപ്തി പുകയുന്നുണ്ട്. പരാമർശങ്ങൾ അനവസരത്തിലെന്നാണ് CPI വിലയിരുത്തൽ. എന്ത് കാര്യം എപ്പോൾ എങ്ങനെ പറയണം അത് പ്രധാനപ്പെട്ട കാര്യമാണ്. LDF ജീവിക്കുന്നത് 25-ലാണ്, വർത്തമാനത്തിലാണ്. വർത്തമാന കേരളത്തിനും വേണ്ട രാഷ്ട്രീയമാണ് LDF രാഷ്ട്രീയം. ബേപ്പൂരിലെയും വടകരയിലെയും കോലീബി സഖ്യം ഉയർത്തിക്കാട്ടി UDF വിമർശനങ്ങൾ പ്രതിരോധിക്കാനാണ് CPIM ശ്രമിക്കുന്നത്. MV ഗോവിന്ദന്റെ പ്രസ്താവന നിലമ്പൂരിൽ തിരിച്ചടിക്കുമെന്ന ആശങ്കയും LDF നേതൃത്വത്തെ അലട്ടുന്നുണ്ട്. ടീം റിപ്പോർട്ടർ, നിലമ്പൂർ.